ഡിവൈഎസ്പിയാണ്, ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല ആന്റി കറപ്ഷന്റെ ചുമതല വഹിക്കുന്ന ആളുമാണ്. ഞാൻ ആരുമല്ല, രാജശേഖരൻ നായർ. ആ മേശപ്പുറത്തിരിക്കുന്ന എന്റെ രാജിക്കത്താണ്. നോൺസെൻസ്. നിങ്ങളോ നിങ്ങളുടെ രാജിക്കത്തോ അല്ല പ്രശ്നം, ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്റ്റീജാണ്. എനിക്കതൊന്നുമല്ല പ്രശ്നം. മനുഷ്യന്റെ ജീവിതമാണ്. മനുഷ്യന്റെ ജീവിതമോ? ഏത് മനുഷ്യന്റെ? നിരപരാധിയായ പെൺകുട്ടിയുടെയും നിരാധരായ അവളുടെ മാതാപിതാക്കളുടെയും. ആ പെണ്ണ് നിരപരാധിയല്ല, കൊലപാതകയാണ്. അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. മിസ്റ്റർ നായർ, അവൾ എക്കാശത്തോട് നാരായണവളെ കണ്ടത് മുതൽ അവളെ അറസ്റ്റ് ചെയ്തതിലുള്ള അവളുടെ സ്റ്റേറ്റ്മെന്റ് എന്റെ കൈവശമുണ്ട്. അതിനും വലിയൊരു സ്റ്റേറ്റ്മെന്റ് എന്റെ കൈവശമുണ്ട്. ഞാനാണ് എക്കാശമുള്ള കുട്ടിക്കൊണ്ടു. നായർ, നിങ്ങൾക്ക് ഭ്രാന്താണോ? അല്ല, നല്ല ദോഷവും. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി എന്റെ കയ്യിൽ നിന്നാണ് നിങ്ങൾ എടുത്തത്. ആ മൃതദേഹം കിടന്ന സ്ഥലത്തു നിന്നും പോലീസിനായുടെ സഞ്ചാരപഥം തെളിയിക്കുന്നത് ഞാനാണ് കുറ്റം ചെയ്തതെന്നാണ്. നായർ, ആ മഹാൻ വിരൽ ചൂണ്ടുന്നത് എന്റെ നേരെയാണ്. ആ സഞ്ചി ആ പെണ്ണിന്റേതാണ്. സഞ്ചിയുടെ ഉടമസ്ഥ കൊലപാതകയാകണമെന്നില്ല. അവളാണ് കുത്തിയതെങ്കിൽ അവൾ ഓടേണ്ടത് അവളുടെ വീട്ടിലേക്കായിരുന്നു. അവൾ ഓടിക്കയറിയത് നിങ്ങളുടെ ബംഗ്ലാവിലേക്കാണെന്ന് മാത്രം. അവൾ ഓടിക്കയറിയതോ അവളിൽ നിന്ന് മറ്റൊരാൾ ഓടിക്കയറിയതോ? 5 അടി പൊക്കമുള്ള മതിൽ അമ്മൂന് ചാടാനാവില്ല. ഞാനാണ് അവളെ എടുത്ത് കടത്തിയത്. അതിനുള്ള മോട്ടീവ്? അവൾ എന്റെ സഹോദരിയാണ്, എന്റെ ഏക സഹോദരി. Yes? Yes? What? My God! What is the matter? രാജശേഖരൻ നായർ കൊലപാതകത്തെ സ്വയം ഏൽക്കുകയാണ്. ആ പെണ്ണ് നായരുടെ സഹോദരിയാണെന്ന്. സഹോദരിയോ? ആ കുട്ടിയുടെ അച്ഛനാണ് നായരുടെയും അച്ഛനെന്ന്. ആ മനുഷ്യന് ഭ്രാന്താണ്. അല്ല, നായരുടെ അമ്മയുടെ മൊഴിയും അത് തന്നെയാണ്. നായരുടെ അച്ഛൻ ഒറ്റപ്പാർട്ടിയാണ് ശേഖരപ്പണിക്കലാണ്. അതേ ശേഖരപ്പണിക്ക് തന്നെയാണ് ആ പെണ്ണിന്റെ അച്ഛൻ. അച്ഛാ, അദ്ദേഹത്തെ കാണുന്നു. അറിയാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല നിലയിലാണെന്ന് അറിയുന്നത് എന്ത് സന്തോഷമാണ്. വരുന്നു ആടുകൊണ്ട്. അപൂർത്തിയല്ലേ, ഒരു 10 മിനിറ്റിന് മുമ്പാണ് ഞാൻ വിവരം പറഞ്ഞത്. എന്തൊരു അത്ഭുതമാണിത്. എല്ലാം ഒരു അത്ഭുതം തന്നെ. എന്നെ മനസ്സിലായില്ല. ഇല്ല, ഞാൻ രാജശേഖരനായരുടെ ഫാദറിലാകാൻ പോകുന്ന ആളാണ്, ജഡ്ജി കൃഷ്ണൻ നമ്പി. ഞാൻ ഫാദറായ ആളാണ് ശേഖരപ്പണിക്കർ. എന്തായാലും ശരി. അപ്പുകുട്ടിയമ്മ, നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാൻ ഇനി എങ്ങോട്ടുമില്ല. ഞാൻ വിളിക്കുന്നത് അമ്മ പറഞ്ഞു. ഇല്ല, ഞാൻ ഇനി ഇവിടെ ഒന്നും തോന്നില്ല. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ്. സാരമില്ല, അത് നോക്കാൻ അവനറിയാം. അമ്മ പോയിട്ടുള്ള സങ്കടമാണ്. എനിക്കും സങ്കടമുണ്ട്. ഉണ്ടെങ്കിലും സഹിക്കണം. പിന്നെ അതല്ലേ നമ്മുടെ ചേട്ടന്റെ ഈ തീരുമാനത്തിന് മാറ്റമില്ലല്ലേ? ഇല്ല. രാജൻ ചേട്ടാ, അച്ഛൻ ചാർജ് എടുക്കുന്നില്ല. അവധി തുടരാൻ പോവുകയാണ്. അത് മാത്രം ശരി. സെഷൻ ജഡ്ജി കൃഷ്ണൻ നമ്പിയുടെ ബെഞ്ചിൽ
എനിക്ക് നിശ്ചയിക്കണം. ശിഷ്യന്റെ തന്നെ വിധി പറയാം. ചേട്ടന്റെ പ്രതികാരമാണോ? അല്ല, എന്റെ അവസാനത്തെ ആഗ്രഹമാണ്. ചേട്ടൻ ഒന്നും പറയുന്നില്ലേ? ഇനി എന്ത് പറയാൻ? ചേട്ടാ, ആ മോതിരം എനിക്ക് വേണം. ഇനി അതെ, ആ മോതിരത്തിന്റെ മുഴുവൻ വിലയും ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഒരു വശത്തൂടെ മാത്രമല്ല, 2 വശത്തൂടെ നോക്കാം. മേൽപ്പറഞ്ഞ തെളിവുകളിൽ നിന്ന് താഴെ പറയുന്ന കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്. സാഹചര്യ തെളിവുകൾ കൊണ്ടോ സാക്ഷിമൊഴികൾ കൊണ്ടോ 1ഉം 2ഉം പ്രതികളിൽ ആരാണ് കൃത്യം ചെയ്തതെന്ന് അസന്നിഗ്ധമായി സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. സംഭവസ്ഥലത്ത് നിന്നും കണ്ടെടുത്ത സഞ്ചി എക്സിബിറ്റ് എ 1ാം പ്രതി അമ്മുവിന്റേതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. മരണകാരണമായ കത്തി എക്സിബിറ്റ് ബി 1ഉം 2ഉം പ്രതികൾ ഒരുപോലെ അവകാശപ്പെടുകയുമാണ്. ഒരേ മുറിവ് കൊണ്ടാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. മരണകാരണമായ മുറിവേൽപ്പിച്ചത് താനാണെന്ന് പ്രതികളിൽ ഓരോരുത്തരും അവകാശപ്പെടുകയും ചെയ്യുന്നു. സാഹചര്യ തെളിവുകളിൽ കവിഞ്ഞ് സംഭവത്തിന് ദൃക്സാക്ഷികളായി മറ്റാരുമില്ലതാനും. ഈ പരിതസ്ഥിതിയിൽ താഴെ പറയുന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ ഞാൻ നിർബന്ധിതനാകുന്നു. 1ഉം 2ഉം പ്രതികളിൽ ആരോ ഒരാളുടെ കുത്തുകൊണ്ടാണ് ഹെഡ് കോൺസ്റ്റബിൾ നാരായണപിള്ള മരണമടഞ്ഞത്. മറ്റേയാൾ ബോധപൂർവം ആ കൃത്യത്തിന് മലപിടിക്കുകയുമാണ്. ആ നിലയ്ക്ക് 2ആളും ഒരുപോലെ കുറ്റക്കാരാണ്. അതുകൊണ്ട് നരഹത്യ എന്ന കുറ്റത്തിന് 1ഉം 2ഉം പ്രതികൾ 5 വർഷം വീതം വെറും തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. കടൽ വെട്ടിത്തരലാകും കര പിന്നെ കടലാകും കഥ ഇത് തുടർന്നു വരും.